പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സങ്കീർത്തനം 31:20 വാക്യം: നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിച്ച് നിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്നും വിടുവിച്ച് ഒരു കൂടാരത്തിനുള്ളിൽ ഒളിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ ദൈവവേദലുണ്ടാകേണ്ട യോഗ്യതകളിൽ ചിലത് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ഒരു ദൈവവേദൽ ആവശ്യമില്ലാത്ത വ്യർത്ഥ സംസാരത്തിൽ ഏർപ്പെട്ട് സമയം കളയത്തില്ല. അതുപോലെ തന്നെ അവരെപ്പോഴും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരായിരിക്കും. യഥാർത്ഥ ഒരു ദൈവവേദൽ പലപ്പോഴും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിലും കർത്താവുമായിട്ട് അവർക്ക് ആഴമായ ഒരു പേഴ്സണൽ ബന്ധമുണ്ടായിരിക്കും. അവരെപ്പോഴും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവർ അനുഗ്രഹവും ആശ്വാസവുമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 5:37 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുവല്ലോ: നിങ്ങളുടെ വാക്കുകളൊക്കെയും ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, അതിലധികമായത് ദുഷ്ടനിൽ നിന്നും വരുന്നു എന്ന്. അപ്പോൾ കർത്താവിൻ്റെ ഹിതപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവവേദലിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹവും സംരക്ഷണയാണ്. അങ്ങനെയുള്ളവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും നാവിൻ്റെ വക്കാണത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ മറയ്ക്കുകയും കൂടാരത്തിനുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്യും. ഈ വചനം നമ്മുടെ എല്ലാ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആശ്വാസവും വിടുതലിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു ഓൾ.